കേരളത്തിൽ വീണ്ടും LDF അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിൽ അഖിൽമാരാറിന്റെ ഒരു പോസ്റ്റ് ഇന്ന് ഭയങ്കര വൈറലാണ്. നമുക്കിതിന്റെ സത്യാവസ്ഥയൊന്ന് ജസ്റ്റ് നോക്കിവിടാം. ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. LDF അധികാരത്തിൽ വരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ LDF എന്നും, UDF അധികാരത്തിൽ വരുന്നതാണ് താല്പര്യമെങ്കിൽ UDF എന്നും, BJP അധികാരത്തിൽ വരണമെന്നാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ BJP എന്നും കമന്റ് ചെയ്യാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അഖിൽമാരാർ പറയുന്നത് LDF 3.0 വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് ജസ്റ്റ് വായിക്കാം, എന്നിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കും. കാരണം അത്രയേറെ ചിന്താശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമ്മുടേത്. എങ്ങനെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തുന്നതെന്ന് ഞാൻ പറയാം. നിലവിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാർ ഉള്ളത്. ഏതാണ്ട് ഇതുപോലെയായിരുന്നു 2016 മുതൽ 2020 വരെ. എന്നാൽ കോവിഡ് വന്നു, സാഹചര്യം മാറി, ജനമെല്ലാം മറന്നു. പിണറായി പുണ്യാളനായി. 750 കോടി കൈകൾ ഉണ്ടായിട്ടും നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടും നാളിതുവരെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഈ മനുഷ്യരെ ഇങ്ങനെ വലയ്ക്കുന്നത്? അവിടെയാണ് പാർട്ടിയുടെ ബുദ്ധി. 2025 പകുതിക്ക് ശേഷം വയനാട്ടിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. 2026 മാർച്ച് മാസത്തോടെ കാര്യങ്ങൾ പൂർത്തിയാക്കും. അതോടെ പാവങ്ങളുടെ കണ്ണീറൊപ്പിയ പിണറായി മഹാനായി മാറും. ഏകദേശം ഈ വർഷം അവസാനത്തോടെ ദേശീയപാത വികസനം കേന്ദ്രം പൂർത്തിയാക്കും. PR ആശാനായ മരുമോൻ മന്ത്രി സകല പെരിങ്ങോടന്മാരെയും വെച്ച് നാട് മുഴുവൻ പാടി അറിയിക്കും ഇടത് സർക്കാരിൻ്റെ നേട്ടം. വയനാടിന് വേണ്ടി നല്ലത് ചെയ്ത സർക്കാരിനെ കോൺഗ്രസിന് എതിർക്കാൻ കഴിയുമോ? ഇല്ല. നാഷണൽ ഹൈവേ മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും ഇച്ഛാശക്തിയുടെ വിജയമാണെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ? ഇല്ല. പെൻഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതിനേക്കാൾ ഉപരി ഓരോ മണ്ഡലങ്ങളിലും CPM മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അപ്പുറത്ത് അധികാരക്കൊതിമൂത്ത കടൽ കിഴവന്മാർ സീറ്റിന് വേണ്ടി പരസ്പരം കൊത്തിക്കീറും. ജയിച്ചാൽ മുഖ്യമന്ത്രി ആവണം എന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഓരോരുത്തരും പാർട്ടിയിലെ തൻ്റെ എതിരാളികൾ തോൽപ്പിക്കാൻ കൂടുതൽ ആഗ്രഹിക്കും. ഇന്നലകളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത പലരും മരണപ്പെട്ടു പോകുമ്പോൾ പുതിയ തലമുറയെ ഒരു രീതിയിലും ഈ പാർട്ടിക്ക് ആകർഷിക്കുന്നില്ല. അവർക്കാണെങ്കിൽ രാഷ്ട്രീയം തീരെ താല്പര്യവുമില്ല. അവർക്കിഷ്ടമുള്ള വിശ്വാസമുള്ള നേതാക്കന്മാർ ഷാഫി, രാഹുൽ, മാത്യു കുഴൽനാടൻ ഒഴിച്ച് ആരുമില്ല എന്ന അവസ്ഥയിലായി എന്നുള്ള രീതിയിലാണ്. അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലെത്തിച്ചു നശിപ്പിക്കാനും അധികാരത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി നശിപ്പിക്കാനും ചാണക്യതന്ത്രങ്ങൾ BJPയും ഒരുക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം പാർട്ടിയെ ചടുലമാക്കൂ എന്നുള്ള രീതിയിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFനെ ശക്തമാക്കൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അഖിൽമാരാർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷം നിലനിൽക്കാനും ഈ നാടിന് ഗുണമുണ്ടാകാനും ഭരണം മാറുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് അഖിൽമാരാർ പറയുന്നത്. എൻ്റെയും അഭിപ്രായം വ്യത്യസ്തമൊന്നുമില്ല. ഇനിയും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് LDF 3.0 ആണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ തുടരുമോ എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മറ്റൊരാളായിരിക്കാം, അല്ലെങ്കിൽ പിണറായി ആയിരിക്കാം. LDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് UDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു. നിലവിൽ തന്നെ UDFൻ്റെ നിങ്ങൾ അവരുടെ MLA സ്ഥാനവും അല്ലെങ്കിൽ അവരുടെ വോട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തവും. ഉമ്മൻചാണ്ടി ഇറങ്ങിയതിന് ശേഷം ആ സമയത്ത് തന്നെ അവരുടെ വോട്ട് ഏകദേശം കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ അപ്പാപ്പന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കുറേ പ്രായമുള്ള ആൾക്കാർ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇപ്പം UDF എന്നുള്ള രീതിയിൽ അവർ അധികാരത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ സുധാകരനോ KC വേണോ പോലെ ഇവർ തമ്മിൽ തല്ലി ഈ തേങ്ങ പൊട്ടിക്കും, തേങ്ങ ഉടക്കി എന്നൊക്കെ പറയുന്ന പോലെ ഇവർ തേങ്ങ ഉടച്ചുകളി. ഇനി അധികാരത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത്? PK കുട്ടിക്ക് നറുക്ക് വീഴും. മുസ്ലിം ലീഗും ഇപ്പോൾ കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ 2-3 ജില്ലയിലൊക്കെയുള്ള ഒരു പാർട്ടിയാണ്. അവരും ഈ കോൺഗ്രസിൻ്റെ വോട്ടും അല്ലെങ്കിൽ സീറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇത് അടുത്തൊരു ഇലക്ഷൻ ആകുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ MLAമാരുള്ള പാർട്ടി ചിലപ്പോൾ മുസ്ലിം ലീഗിനായിരിക്കും. ആ രീതിയിലൊക്കെ എത്തി നിൽക്കാനും സാധ്യതയുണ്ട്. LDFൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒന്ന് കമ്പയർ ചെയ്യാതെ നിൽക്കരുത്. കാരണം മോദിക്കെതിരെയുള്ള വോട്ടുകളെല്ലാം UDFന് പോയി. കേന്ദ്രത്തിൽ ഈ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണ് സംഭവം നടന്നത്. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ LDFൻ്റെ കൃത്യമായ രീതിയിൽ അവരുടെ കേഡർ വോട്ടുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കിട്ടും. മഹാഭൂരിപക്ഷം ഹിന്ദു വോട്ടുകളാണ് LDFൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതിൽ ഈഴവ വോട്ടുകളൊക്കെ വലിയ ശക്തമായ രീതിയിലുള്ള വോട്ടാണ്. ചെറിയ രീതിയിൽ അതൊക്കെ എവിടെ പോവും? BJPയിലേക്ക് പോകും. കേരളത്തിൽ BJPക്ക് ഒരു പക്ഷേ കുറച്ച് സീറ്റുകൾ നേടാനും സാധ്യതയുണ്ട്. ചിലപ്പം സീറ്റുകൾ നേടാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം BJPയുടെ കേരളത്തിലെ നേതൃത്വം അത്ര സ്ട്രോങ് ആയിട്ടുള്ള നേതൃത്വമൊന്നുമല്ല. അവസരങ്ങളുടെ കലവറയാണ് കേരളത്തിൽ BJPക്കുള്ളത്. പലരും വോട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കുണ്ട്. പക്ഷേ ഇവരുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇപ്പോൾ MD രമേശ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെ അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന അതിനപ്പുറത്തേക്കുള്ള വ്യക്തികൾക്കൊക്കെ കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായ രീതിയിൽ വോട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ പാർട്ടിയിൽ അവർക്ക് വലിയ സ്വാധീനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
ഈ പാർട്ടി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊന്നും കേരളത്തിൽ വലിയ രീതിയിലൊരു മാറ്റമോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമോ ഒന്നും ഉള്ള ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിലെ BJPക്ക് വോട്ട് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഈ മോദിയുടെ പോസ്റ്റർ കണ്ടിട്ട് അല്ലെങ്കിൽ മോദിയുടെ ഗവൺമെൻറ്റിൻ്റെ അമിത്ഷാ ഇവരെ പോലുള്ള ആൾക്കാരുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ്. ഇപ്പം മോദി ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ് നടക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പം വഖഫ് ഭേദഗതി നിയമം വന്നിരുന്നു, അതിൻ്റെ പേരിൽ കുറേ ക്രിസ്ത്യൻ വോട്ട് ഇപ്പോൾ BJPക്ക് കിട്ടും. ഇതൊക്കെ മോദി ഗവൺമെൻറ്റിൻ്റെ പേര് കിട്ടുന്നതാണ്. അതല്ല കേരളത്തിലെ ഏതെങ്കിലും നേതാവ് എന്തെങ്കിലും ഒരു ബുദ്ധിപരമായിട്ട് ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ട് നേടിയെടുക്കുന്ന വോട്ടൊന്നുമല്ല. ഈ ശോഭ സുരേന്ദ്രനൊക്കെ കിട്ടുന്ന ഒരു വോട്ടെന്ന് അവരൊരു വോട്ടിൻ്റെ ഫാക്ടറിയാണ്. അവരെവിടെ പോയി നിന്നാലും വോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ജയിച്ച് കയറുക എന്നുള്ളത് പിന്നത്തെ കാര്യം. കാരണം നമ്മുടെ നാട്ടിൽ ഈ സമുദായ ഒരു പരിപാടിയുണ്ട്, ഒരു വോട്ട്. ഇപ്പോൾ ആര് ജയിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ ഒരു ഏകപക്ഷീയമായിട്ട് മറ്റൊരു സൈഡിലേക്ക് വോട്ട് മാറ്റി കുത്തുന്നൊരു പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുക കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെ എന്ന് പറയാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു 5-10 വർഷത്തിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം വെച്ചാൽ ഇവിടെ വീണ്ടും LDF അധികാരത്തിൽ വരുന്നു എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അധികാരത്തിലിരിക്കുമ്പോൾ ക്ഷയിച്ചു വന്നൊരു പാർട്ടിയാണ് LDF എന്ന് പറയുന്നത്. കൃത്യമായിട്ട് തുടർന്ന് അധികാരത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർ വെറുത്തു പോകും. കാരണം ഇവരെപ്പോഴും ഒരു പ്രതിപക്ഷ പാർട്ടിയാണ്, ഇവർ സമരം ചെയ്യുന്ന പാർട്ടിയാണ്. ഇവർ അധികാരത്തിൽ വരുന്ന ഈ സമരം തന്നെ മറക്കുന്ന ആൾക്കാർ. ഇപ്പം ആശാ വർക്കർമാരുടെ സമരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ സമരം ഏറ്റവും കൂടുതൽ കത്തിക്കേണ്ട ടീം ഇവരാണ്. അതല്ലെങ്കിൽ PSC ഇവിടെ ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ കയറിയിട്ടും ജോലി കിട്ടാതെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടന്ന് മുട്ടിലെഴുതുന്നുണ്ട്. ഇവർ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള സമരം നമ്മളവിടെ കണ്ടായിരുന്നു. പക്ഷെ ഭരണത്ത് വരുമ്പോൾ ഇത്തരത്തിൽ അതെല്ലാം മറന്നു പോകുന്നൊരവസ്ഥ. പാതാനിക്കെതിരെ കേന്ദ്രത്തിൽ ബഹളം വെക്കും, വിഴിഞ്ഞത്ത് തോളത്ത് കൈയിടും, ഇങ്ങനെയുള്ള കലാപരിപാടിയും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പലപ്പോഴും അപ്പം കച്ചവടം ഈ കേരളയിൽ പോയെന്നൊക്കെ പറയുന്ന അതുപോലുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതിനകത്ത് കാര്യം ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ ഒരു 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഈ വോട്ടിൻ്റെ രീതി മാറും. അപ്പോൾ നടക്കാൻ പോകുന്നത് ഇപ്പം 3.0 LDF 3.0 വന്നതിന് ശേഷം ഇവരിങ്ങനെ വരുമ്പോൾ തന്നെ അതിനകത്തുള്ള ഹിന്ദു വോട്ടുകൾ ഇളകും. LDFൽ BJPക്ക് യഥാർത്ഥത്തിൽ വോട്ട് കിട്ടേണ്ടത് LDFിൽ നിന്നാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുകളുള്ളത്. UDF നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകൾ, അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകൾ, പിന്നെ കുറച്ച് ഹിന്ദു വോട്ടാണ് UDFിലുള്ളത്. UDF എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടി. പക്ഷേ അങ്ങനെയല്ല LDFിലാണ് വലിയൊരു ശതമാനം ഹിന്ദു വോട്ട് കിടക്കും, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ കാര്യങ്ങളൊക്കെ കിടക്കും. ഈ വോട്ട് ഇളകി കഴിഞ്ഞാൽ കേരളത്തിൽ BJPക്ക് അത് ഗുണമാവും. അങ്ങനെ ഇളകണമെന്നുണ്ടെങ്കിൽ ഇവിടെ തുടർച്ചയായിട്ട് ഭരിക്കണം. ഇവിടെ തുടർച്ചയായിട്ട് ഭരിക്കാൻ നേരത്തെ ഇവിടെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറയും. ഇപ്പം ഫലസ്തീൻ ഹമാസ് വിഷയത്തിൽ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ആൾക്കാർ ഞെട്ടിയിരിക്കുകയാണ്. ഹമാസ് പോലുള്ള സംഘടനകളെയൊക്കെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവരുടെ പ്രമുഖ നേതാക്കന്മാരൊക്കെ സംസാരിക്കുന്നതേക്കാം. അതുപോലെ തന്നെ ഇവർ ഒരു അമിത പ്രീണനം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് മുനമ്പത മനുഷ്യരെക്കാൾ മുകളിൽ ഇവർ സംസാരിച്ചതും നമ്മുടെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയതും ചില ആൾക്കാരുടെ വോട്ട് ബാങ്ക് നോക്കിയിട്ടാണ്. ഇത് ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്കൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. UDFും LDFും ക്രിസ്ത്യാനികളെയൊക്കെ ചതിച്ചു എന്നുള്ള രീതിയിലൊരു നിലപാട് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം എന്ന് തന്നെയാണ് പള്ളിയിലച്ചന്മാരെല്ലാം മുനമ്പ് സമരപന്തലിൽ വന്നിരുന്നത് സംസാരിച്ചത്. ഈ വോട്ടൊക്കെ ഇങ്ങോട്ട് പോകും, ഒരു സംശയമുണ്ട്, അതൊക്കെ BJPക്കുള്ള വോട്ടാണ്. അപ്പോൾ ഇങ്ങനെ വോട്ടുകൾ ഇളകിയാലേ BJPക്ക് അത് ഗുണം ചെയ്യത്തുള്ളൂ. ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ നാഷണൽ ലെവലിൽ കാണുന്ന പോലെ ഇവിടെ LDF UDF ഒന്നും കാണില്ല. ഇന്ത്യ സഖ്യവും NDA സഖ്യമേ കാണത്തുള്ളൂ. ഇന്ത്യ സഖ്യത്തിൽ UDFും LDFും ഒരുപോലെ നിന്നിട്ട് BJPക്കെതിരെ വോട്ട് പിടിക്കും. BJP ഒരു സൈഡിൽ NDA സഖ്യം എന്നുള്ള രീതിയിൽ അന്നത്തെ ഇവരുടെ കൂടെയുള്ള ഘടകകക്ഷിയായിട്ട് നിന്ന് മത്സരിക്കും. ഇതാണ് 10 വർഷത്തിനുള്ളിൽ കേരളം കാണാൻ പോകുന്നത്. അപ്പോൾ BJPക്ക് ആഗ്രഹിക്കുന്നത് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും LDF അധികാരത്തിലേക്ക് വരിക. LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഷംസീറിനെ പോലുള്ള മിത്ത് അത് ഗണപതി മിത്താണെന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ അമ്പലത്തിൽ ഈ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി അമ്പലത്തിൽ പോകാൻ നേരത്ത് കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി അതിന് വിശദീകരണം ചോദിക്കുന്നേ കാണുള്ളൂ. അതേസമയം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്നുള്ള MLAമാരൊക്കെ അവർ സൗദി അറേബ്യയിൽ അവരുടെ വിശുദ്ധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത് വിശദീകരണം ചോദിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഈ LDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഒരു ഡബിൾ സ്റ്റാൻഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വിദ്യാർത്ഥി സംഘടനകൾ കോളേജിൽ കാട്ടിക്കൂടി, പൂക്കോട് വെറ്ററിനറി കോളേജിലൊക്കെ കാട്ടിക്കൂട്ടുന്നതും ഇവർ സംസാരിക്കുന്നതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇനിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്കിടയിലുള്ള ഹിന്ദു വോട്ടുകൾ ഇളകി BJPക്ക് അത് സ്വാഭാവികമായിട്ടും ഉപയോഗപ്പെടും എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ വലിയ പ്രബോധനാന്നൊക്കെ പറയുന്നുള്ളത് നമ്മുടെ കേരളത്തിൽ ഒരു അധികാരം പിടിക്കാൻ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു പാർട്ടി തുടങ്ങിയിട്ട് പ്രശാന്ത് കിഷോറിനെ പോലെ ഒരാളെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് പുള്ളിക്കാരന് വന്നിട്ട് ഇവിടെ ഒരു ക്യാമ്പയിൻ നമ്മൾ തുടങ്ങിയാൽ മതി. നമ്മൾ ആം ആദ്മി പാർട്ടിയൊക്കെ ചെയ്ത പോലെ റബ്ബർ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുക, സാധാരണക്കാരനെ പോലെ മുമ്പോട്ട് പോവുക, സാധാരണ വിഷയങ്ങളിൽ ഇടപെടുക, പിന്നെ ആൾക്കാർക്ക് കിറ്റും എല്ലാം കൊടുക്കുക. ഇപ്പോൾ നിലവിലെ ഗവൺമെൻറ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കിറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ ഗവൺമെൻറ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന 1600 രൂപയാണ്. ഇലക്ഷൻ വരാതെ കൃത്യമായ രീതിയിൽ അവർ കൊടുക്കും. നമ്മൾ 2000 രൂപ ക്ഷേമ പെൻഷൻ തരാമെന്ന് പറയാം.
ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്കും കിട്ടും 2-3 MLA-മാർക്ക്. ഇത്രയൊക്കെ കേരളം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും കേരളമൊന്നുമില്ല. നമ്മൾ പിന്നെ ഈ വർഗീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത എല്ലാം കൂടെ ഒരുമിച്ചും ഭൂരിപക്ഷ വർഗീയത എല്ലാം കൂടെ ഒരുമിച്ചും നിന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വർഗീയതയും തമ്മിലുള്ള മത്സരമാണ്. അതല്ലാതെ വർഗീയതയ്ക്കെതിരായിട്ടൊരു മത്സരമൊന്നും കേരളത്തിൽ നടക്കുന്നൊന്നും. അപ്പോൾ ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത് UDF എന്ന സംവിധാനം ചുവരിൽ ചിത്രമായിട്ട് കയറും. LDF 3.0 അധികാരത്തിൽ വരും. BJP വോട്ട് ഉയർത്തും, അല്ലെന്നുണ്ടെങ്കിൽ MLA-മാരെ ഉണ്ടാക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ ആൾക്കാർ കളി മാറും. ഇന്ത്യ സഖ്യം NDA എന്നുള്ള രീതിയിൽ മത്സരത്തിലേക്ക് വരും. ഇന്ത്യ സഖ്യത്തിൽ VD സതീശനും അന്നത്തെ പിണറായി വിജയനും ഒരുപോലെ തോളി കൈയിട്ടുകൊണ്ട് നിന്ന് മത്സരിക്കും. NDA സഖ്യം എന്നുള്ള രീതിയിൽ അന്നത്തെ BJP-ക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് കേരളത്തിൽ പ്രധാനപ്പെട്ട പല ഘടകകക്ഷികൾ, ഇപ്പോൾ കേരള കോൺഗ്രസ് ഒക്കെ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഇടയ്ക്ക് വിള്ളലുണ്ടായി നിൽക്കുകയാണ്. അവർക്കൊക്കെ ഇനി അടുത്ത ചോയ്സ് എന്ന് പറയുന്നത് BJP ആണ്, NDA സഖ്യമാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ. UDF-നൊന്നും ഇനി അധികാരമില്ലാതെ, ഒരു മൂന്നാമത്തെ ടൈം അധികാരമില്ലാതെ നേതാക്കന്മാരൊന്നും അതിനകത്ത് നിൽക്കാൻ പോകുന്നില്ല. അവരൊക്കെ LDF-ലേക്കും BJP-യിലേക്കും ചേക്കേറും. അടുത്ത കാലത്തൊന്നും കേന്ദ്രത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയൊക്കെ ഉണ്ടെന്നും ഈ പരിപാടി നടക്കൂല എന്നുള്ളതാണ്. ഇനി ഇവർ നടക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ ആക്കും അടുത്ത ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേന്. അതുപോലെ തന്നെ നമ്മുടെ സെൻസസ് വരുന്നുണ്ട്. മണ്ഡലം വീണ്ടും മാറ്റി പുനർനിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ മണ്ഡലങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ വലിയ മാറ്റവും വരും. അവിടെ BJP നേട്ടമുണ്ടാക്കും. അവർ വീണ്ടും അധികാരത്തിലേക്ക് വരും. കാരണം ഇവിടെ 2024 ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ BJP വലിയ പ്രതീക്ഷയോടാണ് നിന്നത്. ആ സമയത്താണ് മോദിയുടെ വോട്ടുകൾ കുറഞ്ഞത്. അപ്പോഴത്തേന് BJP അണികൾക്കിടയിൽ പോലും മോദിയുടെ ഫേസ് അത് വലിയൊരു വികാരം ഉണ്ടാക്കി. അതിൻ്റെ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും വലിയൊരു കൊടുങ്കാറ്റായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മോദിയുടെ വിഷമിച്ചിരിക്കുന്ന ഫേസ് ഇവിടെ വോട്ടായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വർക്കർമാരെല്ലാം നല്ല ശക്തമായ രീതിയിൽ വർക്ക് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് LDF 3.0 അടുത്ത് കഴിയുമ്പോൾ BJP NDA അലയൻസ് അതുപോലെ തന്നെ ഇന്ത്യ അലയൻസ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ മത്സരത്തിലേക്ക് വരും. 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ UDF LDF-ഉം ഒരു കക്ഷിയായിട്ടും BJP-യുടെ സഖ്യകക്ഷികളും ഒരു കക്ഷിയായിട്ട് കേരളത്തിൽ എലക്ഷൻ നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നത് കമൻറ്റ് രേഖപ്പെടുത്തുക.